നമ്മൾ ഈ ബോഡി ബിൽഡിംഗ് ആ താല്പര്യമുണ്ടോ? ഇല്ല, തീരെ ഇല്ല. അങ്ങനെ ഒറ്റയടിക്ക് ഇല്ലെന്ന് പറഞ്ഞത് ഇല്ല, എനിക്ക് ബോഡി ബിൽഡിംഗ് വേണ്ട. ബോഡി ബിൽഡിങ്ങിന് ഏറ്റവും അനുയോജ്യമായ ഘടകം എന്താണെന്ന് അറിയാമോ? ഏറ്റവും ആവശ്യമായ ഘടകം അത് പ്രോട്ടീനാണ്. പ്രോട്ടീനാണ്. അതെ. ഭക്ഷണത്തിൽ എത്രമാത്രം പ്രോട്ടീൻ വേണം, ഏതൊക്കെ ആഹാരത്തിലാണ് പ്രോട്ടീൻ കൂടുതലുള്ളതൊക്കെ അറിയണ്ടേ? അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മുടെ ഡോക്ടർ വരുന്നുണ്ട്, സൗമ്യ സരൻ വിശദമായി തന്നെ പറഞ്ഞു തരും. ഡോക്ടർ നമ്മൾ കഴിക്കുന്ന ബാലൻസ് ഡയറ്റിലെ അടുത്ത പ്രധാനിയാണ് പ്രോട്ടീൻ അഥവാ മാംസ്യം. നമ്മുടെ ബോഡി ബിൽഡിങ്ങിനും അതുപോലെ തന്നെ ബോഡി റിപ്പയറിനും ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഗതിയാണ് പ്രോട്ടീൻ. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു വീടൊക്കെ ബിൽഡിംഗ് ബ്ലോക്ക് വെച്ചിട്ട് വീട് കിട്ടുന്ന പോലെ ആ ബിൽഡിംഗ് ബ്ലോക്കിന്റെ ഒരു റോളാണ് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഉള്ളത്. നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എൻസൈം ആയിക്കൊള്ളട്ടെ, ഹോർമോണുകളായിക്കൊള്ളട്ടെ, നമ്മുടെ കോശങ്ങളായിക്കൊള്ളട്ടെ, ഇതെല്ലാം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഘടന ഉണ്ടാക്കുന്നത് പ്രോട്ടീനുകളാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എന്തിലൊക്കെയാണ് പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത്? എല്ലാവിധ നോൺ വെജ് ഐറ്റംസിലും നന്നായി പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അത് ചിക്കൻ ആയാലും മട്ടൻ ആയാലും ബീഫ് ആയാലും മത്സ്യങ്ങളായാലും പാലായാലും മുട്ടയായാലും ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വെജിറ്റേറിയൻ ആളുകൾക്ക് ഇപ്പോൾ ഇതൊന്നും കഴിക്കാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പയറുവർഗ്ഗങ്ങൾ, പരിപ്പ്, കടല, പയറ്, ചെറുപയറ്, ഇതിലൊക്കെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സോയാബീനും നല്ലൊരു പ്രോട്ടീൻ്റെ കലവറയാണ്. സോ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പ്രോട്ടീൻ റിച്ച് ഫുഡ് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നു.